ഏതോ 10 പേരെ എന്തോ ചെയ്ത് സെലിബ്രിറ്റി ആയ ഒരു വ്യക്തിയല്ല ഞാൻ എന്തോ ചെയ്ത നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് തൊണ്ടേക്കറി ഉള്ള ആളുകളാണ് സെലിബ്രിറ്റികളായത്. എനിക്കത് പറയാൻ ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോൺ. എനിക്കൊരാളിനോട് ഒരു അപ്രോച്ച് തോന്നി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൺവിൻസിംഗിൽ ഈ വിഷയങ്ങൾക്ക് ഒരു കൂസലില്ല. നീയാണ് ചോദിച്ചത്. വന്നിരിക്കുന്ന ഗസ്റ്റുകളൊക്കെ ശരി ചെയ്യുന്ന ആക്ടിവിറ്റിയെ കൊണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇറങ്ങിപ്പോയിട്ടുണ്ടോ? എനിക്കറിയത്തില്ല പ്രോഗ്രാം. പിന്നെ എന്തോ നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനി ഇടി ഇട്ടിട്ടുണ്ടോ, കുനിച്ചീർത്തിട്ട് അടിച്ചിട്ടുണ്ടോ, ആളുകൾ ഇവിടുത്തെ ഡയറക്ടർ അടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാം. സാധാരണ മാമൻചുരുട്ട് വെക്കുന്ന പണിയെല്ലാം അവന് തന്നെയുള്ള കിട്ടാറ്. താങ്കളൊരു സാമൂഹ്യ പ്രവർത്തകയാണെന്നല്ലേ സ്വയം അവകാശപ്പെടുന്നത്? അല്ല, അവകാശപ്പെടുന്നതല്ല. ഞാൻ കുറെ അധികം വിളിക്കുന്നതാണോ സാമൂഹ്യ പ്രവർത്തനം? ഇല്ല, തെറിയൊക്കെ വിളിക്കേണ്ട ആളുകളെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ അല്ലാത്ത ആളുകളൊന്നും ഞാൻ തെറി വിളിക്കാറില്ല. കാരണം ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഇത് ഡിഫൻസ് ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് നേരെ തെറി വിളിക്കണമെന്നുണ്ട്. അതിനെന്തെല്ലാം ഇല്ല എനിക്ക് പറ്റില്ല. ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ഡിഫൻസിന് വേണ്ടി തെറി വിളിക്കാൻ പറ്റത്തില്ല. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചേ പറ്റില്ല. ഡിഫൻസിന് വേണ്ടി ഞാൻ തെറി വിളിക്കും. ഇത് നടക്കത്തില്ല. ഇത് മാന്യതയില്ലാത്ത പരിപാടിയാണ്. നമുക്കിത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. നീ എന്തിനാ പേഷ്യൻസ് ഇല്ലാതെ ഇതാക്കണം? നീ അവിടെ ഇരിക്കുക. മറ്റൊരു ചുക്ക് അറിയാതെ നീ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്തിനാ? നിങ്ങൾ എന്നെ പറ്റിയിരുന്ന ഒരു ചുക്ക് അറിയാതെ ശേഷിയില്ല, ധൈര്യമില്ല. അത് പിടിച്ചോണ്ടൊന്ന് ഇരുത്തിയിരിക്കണം. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ? നിർത്തി അവമാനിക്കുവാണെന്ന് കാര്യമായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ. ഈ കൊച്ചിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയാ നേരെ കൊണ്ടുപോവാം. ഇത് കുറച്ചു നാളായി തുടങ്ങി. ഇത് മൈൽ സ്റ്റോണിന്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇരുത്തി അപമാനിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറെ അപമാനിച്ച് ഞാൻ കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല എനിക്ക്. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡയറക്ടറിനോട് ഞാൻ പറയുന്നതാണ്, നീ അടങ്ങിയിരിക്കും, കുറച്ചൊരു അടങ്ങ്. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്ത 5 നന്മകൾ, 5 സാമൂഹ്യ പ്രവർത്തനങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ തിരിഞ്ഞിരിക്കാം. എന്തും പറയണം നിന്റെ തിരിഞ്ഞിരിക്കുക, എന്നിട്ട് പറയൂ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. അൾട്ടിമേറ്റ് രണ്ട് വർത്താനം പറയട്ടെ. ബാക്കി നിങ്ങളുടെ പ്രകടനം കഴിഞ്ഞു. ചേട്ടാ, അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.